ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മീഡിയവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന പാഠഭാഗത്തിലെ ബസവണ്ണ ദ ഫിലിപ്പിൻത്രോപിസ്റ്റ് ഓഫ് കന്നഡ ദേശമാണ് നോക്കാം. എന്താണ് ബസവണ്ണ? കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. ഫിലിപ്പിൻത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹിയാണ്. ഓക്കെ. അറ്റാച്ച്ഡ് ബിലോ ദിസ് ദ ഡിവിഷൻസ് ഓഫ് ദി ഡിസ്കഷൻ that took place in the Anubhava Mandapam in the forum set up by ബസവണ്ണ. നോട്ട് ദ ഫിഗേഴ്സ്. എന്താണ് ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ ആണിത്. ആ ചിത്രത്തിൽ കണ്ടില്ലേ, അതാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് അനുഭവ മണ്ഡപം എന്ന് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. Allama Prabhu and Akkama Devi lead the discussion in the അനുഭവ മണ്ഡപം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് എന്ത്? അനുഭവ മണ്ഡപം. അല്ലമ്മ പ്രഭു, അക്കമ്മ ദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഓക്കെ. Everyone was allowed to participate in the discussions irrespective of caste and gender. എന്താണ്? ജാതി, ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. പീപ്പിൾ യൂസ്ഡ് ടു കം അനുഭവ മണ്ഡപം ഫോർ എ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്. എന്താണ്? ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും വേണ്ടിയിട്ടാണ് അനുഭവ മണ്ഡപത്തിൽ എത്തിയത്. ഓക്കെ. ദ ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ വെർ കൺവേഡ് ടു ദ പീപ്പിൾസ് ഇൻ ദ നെയിം ഓഫ് വചനാസ്. എന്താ? ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിലേക്ക് പകർന്നു നൽകി. ഓക്കെ. ഇനി ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദ പീരിയഡ്. എന്താണ്? ഈ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു? ആദ്യത്തെ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്. ജാതീയമായ വിവേചനം നിലനിന്നിരുന്നു. നോട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, ബസവണ്ണ വാസ് എ philosopher, social reformer and poet who lived in Kannada Desha in the 12th century. He decided to make people aware of the social and religious discrimination that existed in the society and endeavored to wipe them out. Basavanna put forward a vision based on freedom, equality and social justice through the Veerashaiva movements founded by him. He coordinated these ideas. The major activities of the Veerashaiva movements are given below. എന്താണ്? 12ാം നൂറ്റാണ്ടിൽ എന്താണ് കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ആര്? ബസവണ്ണ. എന്താണ്? കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. പിന്നെന്താണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പിന്നെ എന്താ ചെയ്യുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഓക്കെ. അദ്ദേഹം സ്ഥാപിച്ച എന്ത്? വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. ഓക്കെ. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. എന്താണ്? ബ്രാഹ്മണിക്കൽ സുപ്രമസി ആൻഡ് ദ ഒതൻസിറ്റി ഓഫ് ദി വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണീയ മേധാവിത്വത്തെയും വേദങ്ങളെയും പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ഓക്കെ. പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ദ വുമൺ. എന്താണ്? ജാതി വിവേചനവും സ്ത്രീ വിവേചനത്തിനുമെതിരെ ബോധവൽക്കരിച്ചു. പിന്നെ എന്താണ്? മോണോദിസം വാസ് എൻകറേജ്ഡ്. എന്താണ്? ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദി വർക്ക് ആൻഡ് ലേബേഴ്സ്. എന്താണ്? തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം എന്താണ്? ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഓപ്പോസിറ്റ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പബേർട്ടി ആൻഡ് വിഡോ റീമാരേജ്. ഒക്കെ. എന്താണ്? ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ വിവാഹം എന്നിവയെ അദ്ദേഹം എന്താണ്? എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. ഇനി അടുത്ത ബസവണ്ണേൻ്റെ സ്റ്റാച്ചു കണ്ടോ? കർണാടകയിലുള്ള സ്റ്റാച്ചു ആണ് ബസവണ്ണേൻ്റെ. നോക്കാം. പിന്നെ ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ഹ്യൂമനിസം ആൻഡ് ഈക്വാലിറ്റി. എന്താണ്? ബസവണ്ണേൻ്റെ മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, the nation will be prosper.
എന്താണ് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഓക്കെ, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ റൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എന്താണ്, ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഇന്റർമീഡിയേറ്ററി ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. എന്താണ്, ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ദർ ഇസ് നോ റീബർത്ത്, ലീവ് ഇൻ ദ ലൈഫ് ഓഫ് ബ്ലിസ്ഫുള്ളി. എന്താണ്, പുനർജന്മമെല്ലാം ഇല്ല, എന്താണ്, ഈ ജന്മം ധന്യമാക്കി ജീവിക്കും. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വീരശൈവ മൂവ്മെന്റ്സ് ക്വസ്റ്റ്യൻ ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാലിറ്റി, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, വീരശൈവ പ്രസ്ഥാനവും ജാതി വ്യവസ്ഥയെയും അസമത്വത്തെയും ചോദ്യം ചെയ്യുന്ന ഈ പ്രസ്താവന വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കബീർ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. എന്താണ്, റീഡ് ദീസ് ലൈൻസ്. ദ ഓൾമൈറ്റി ഈസ് നോൺ ബൈ മെനി നെയിംസ്. എന്താണ്, ദൈവത്തിന് നമുക്ക് വിളിക്കാൻ പലവിധ പേരുകളുണ്ട് എന്നാണ് പറയുന്നത്. ആരാണ്? രാം, കരീം, ശിവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ അല്ലേ. ദൈവത്തിന് ഒരുപാട് വിളിപ്പേരുണ്ട്. പിന്നെന്താണ്, ആർ ഇൻ ദ ബാംഗിൾസ് ആൻഡ് റിങ്സ് നത്തിങ് ബട്ട് ഫോംസ് ഓഫ് ഗോൾഡ്. ദ വെറൈറ്റി ലൈൻസ് ഇൻ നെയിംസ് വി കോൾ ദം. എന്താണ്, പൊന്നുരുക്കി പണിത വളകൾ മോതിരങ്ങളും പൊന്നു തന്നെയല്ലയോ, പൊന്നുതാനല്ലയോ. പിന്നെ വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അതൊരു കബീർ എഴുതിയ വരികളാണ്. നോക്കാം. എന്താണ്, ഷെയർ ദീസ് ഐഡിയാസ് യു ഡിസ്കവേർഡ്. എന്താണ്, നിങ്ങൾ കണ്ടെത്തിയ ആശയങ്ങൾ പറയുന്നത്. ദീസ് ആർ ദ ലൈൻസ് ബൈ കബീർ, പ്രൊപ്പഗേറ്റർ ഓഫ് ദി ഭക്തി മൂവ്മെന്റ് ഇൻ ടു ലീവ്ഡ് ഇൻ ദ നോർത്തേൺ ഇന്ത്യ, പ്രസന്റ് ഡേ ഉത്തർപ്രദേശ് ഇൻ ദ 15th century. എന്താണ്, 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണ് ഇവ. ഓക്കെ, ഇനി കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയ ത്രൂ സച്ച് ഹൈമൻസ് നോൺ ആസ് ദോഹാസ്. Kabir's dohas were very popular with the message has to compose his hymns in language that common people could understand. എന്താന്ന് പറയാം, ദോഹ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് എന്താ ചെയ്തത് വെച്ചാൽ അദ്ദേഹം ഈ ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചാൽ കബീറിൻ്റെ ദോഹ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. ഓക്കെ, ഇനി അടുത്ത കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ബ്രദർഹുഡ്. എന്നാൽ ഹിന്ദു മുസ്ലിം സഹോദരത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഹി റിമൈൻഡഡ് ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ നോട്ട് ടു വിസൽ മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. എന്താണ്, ഹിന്ദു മുസൽമാനും ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്, he argued that the caste system, untouchability, religious rituals, post death റിറ്റ്സ്, ഐഡിയൽ വർഷിപ്പ് എക്സെട്ര. എന്താണ്, ഇദ്ദേഹം എന്തൊക്കെ എതിർത്തു? തൊട്ടുകൂടായ്മയെയും പൂജകൾ, മരണം കഴിഞ്ഞാലുള്ള ചടങ്ങുകൾ, വിഗ്രഹാരാധന എന്നിവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ്, കബീർ criticized all kinds of discrimination based on the caste, religious, rights, legacy, wealth, etc. എന്താണ്, അദ്ദേഹം ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിഭജനങ്ങളെയും കബീർ വിമർശിച്ചു. കബീർ തോട്ട് ആൻഡ് ഹിസ് ആക്ടിവിറ്റീസ് വാർ ഇമ്മൻസീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. എന്താണ്, കബീറിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഏറെ സ്വാധീനിച്ചിരുന്നത് എന്തിനാണ്? സൂഫി, പിന്നെന്താണ്, ഭക്തി, സൂഫി എന്നിവയെ കൂടുതൽ സ്വാധീനിച്ചിരുന്നു. പിന്നെന്താണ്, കബീർ നോക്കാം ഐഡിയാസ്. ഓക്കെ, ഹി rejected the religion traditions of completely. He also ignored the external rituals of religious. Kabir, who believed in the formless God, propagated bhakti as the means of salvation. എന്താണെന്നറിയാം, കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഭക്തി സൂഫി ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. പിന്നെ മതപരമായ പൂർണ്ണമായി അദ്ദേഹം നിരാകരിച്ചിരുന്നു. പിന്നെ മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. എന്താണ്, അരൂപിയായ ദൈവത്തെ വിശ്വസിച്ചിരുന്ന കബീർ പിന്നെ ഭക്തിയെ മോക്ഷമായി
പ്രേരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നെ കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ഹിസ് ഡിസിപ്ലിൻസ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. കബീറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിനായി കബീർ എന്ത് ചെയ്തു? ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇത്. ടീച്ചർ അതിൻ്റെ മലയാളം പറയാം. എന്താണെന്നറിയാം? ഒരിക്കൽ ദുഃഖിതനായ ഒരു ഗ്രാമമുഖ്യനോട് കബീർ എന്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാമെന്ന്, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. അപ്പോൾ കബീർ പറയാണ്, കബീർ പൊട്ടിച്ചിരിച്ചിട്ട് പറയാണ്, രോഗശാന്തിക്ക് മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല, ചികിത്സ കൊണ്ടേ രോഗം ഭേദമാവുമെന്ന്. പിന്നെ മറ്റൊരിക്കൽ ഒരു കബീറും കൂട്ടുകാരും ആളുകളെ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. കബീറിനും കൂട്ടുകാർക്കും ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങുമ്പോൾ കബീർ ആ ഉപഹാരങ്ങൾ സ്വീകരിച്ചില്ല. കാരണം നിങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും ഫാമേഴ്സൊക്കെ അല്ലേ, നിങ്ങൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത്, ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ വായിക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കബീർ ഹാവ് റീഡ് കബീർ ദോഹാസ് ആൻഡ് സ്റ്റോറീസ്, ആഡ് യുവർ ഫൈൻഡിങ്സ് ബിലോസ്. കബീറിൻ്റെ കഥാസന്ദർഭങ്ങൾ വായിച്ചല്ല നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന്. പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ആളുകൾ ദൈവത്തെ പല പേരുകൾ വിളിക്കുന്നു. പിന്നെ കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് ദ സൂപ്പർസിറ്റുവേഷൻസ്. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അല്ലേ. ഇനി അത് ബാക്കി നോക്ക്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർ ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ, ഓർഗനൈസ്ഡ് ഡിസ്കഷൻസ്. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ചേർക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഗുരു നാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ് നോക്കാം. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട് ടീച്ചർ തരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.